2024 കേട്ട് തഴമ്പിച്ച ഒരു വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് സസ്റ്റൈനബിലിറ്റി. എന്താണ് സസ്റ്റൈനബിലിറ്റി? നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് സസ്റ്റൈനബിൾ ഫാഷനെ കുറിച്ചാണ്. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഫാഷൻ? ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. സസ്റ്റൈനബിൾ ഫാഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഒരു ബസ് വേർഡായി മാറിയിരിക്കുകയാണ്. പക്ഷെ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇറ്റ് ഇസ് ബീൻ ദേർ ഫോർ എവർ. സസ്റ്റൈനബിൾ ഫാഷൻ എന്ന് പറയുന്നത് ഒരു ഫാൻസി ടേം ആണ്. പക്ഷെ ബേസിക്കലി അതിന് ഇത്രേ അർത്ഥമുള്ളൂ. ഏറ്റവും കുറഞ്ഞ എൻവയറമെന്റൽ ഇമ്പാക്റ്റില് നാച്ചുറൽ പ്രോഡക്ട്സ് കൊണ്ട് നമ്മൾ ക്ലോത്തിങ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ക്ലോത്തിങ് മെയ്ഡ് ഓഫ് കോട്ടൺ, ലിനൻ, ഹെംപ്, ബാംബൂ, അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ക്ലോത്തിങ് ഉണ്ടാക്കുന്നു. രണ്ടാമതായിട്ട് എത്തിക്കൽ മാനുഫാക്ചറിങ്. നമ്മൾ മലയാളികൾ പലപ്പോഴും മിസ് ഔട്ട് ആയി പോകുന്ന ഒരു പോയിന്റ് ആണ് എത്തിക്കൽ മാനുഫാക്ചറിങ്. ഒരു നിസ്സാര കാര്യം ചിന്തിച്ചു നോക്കിയേ. നമ്മുടെയൊക്കെ മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികള് ഇരുന്ന് ഉണ്ടാക്കുന്ന തുണികളാണ് നമ്മൾ പലപ്പോഴും ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യെസ്, ചൈൽഡ് ലേബർ ഭയങ്കര ഒരു പ്രശ്നമാണ് ഫാസ്റ്റ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ. അത് പലപ്പോഴും വലിയ വലിയ ബ്രാൻഡുകളാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഓർത്താണ്. അവര് ഓണായിട്ട് എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. അവരുടെ സബ് കോൺട്രാക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബേഴ്സ് യൂസ് ചെയ്യുന്നത് നൈക്കി, H&M, നെക്സ്റ്റ് അതുപോലെ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളാണ്. പിന്നെ കഴിയുന്നതും അപ്സൈക്ലിംഗ് ആൻഡ് റീസൈക്ലിംഗ്. നമ്മുടെ വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ എത്രയോ അൺയൂസ്ഡ് ക്ലോത്ത്സ് അവിടെ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു പ്രാവശ്യം പോലും ഇടാത്ത എത്രയോ ക്ലോത്ത്സ് ഉണ്ടാവും. അതിനെ നമുക്കൊന്ന് അപ്സൈക്കിൾ ചെയ്യാം അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാം. അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാർഡ്രോബിൽ ഇപ്പോഴും ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ട്രെൻഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടൈംലെസ് ഡിസൈൻസ് ചൂസ് ചെയ്യേണ്ടത്. എനിക്ക് 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ഈ സാധനം കിട്ടിയെങ്കിൽ ഇതിന്റെ പിന്നിലെ മാനുഫാക്ചറിങ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഇതിനകത്ത് ചൈൽഡ് ലേബർ യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? അവർ സേഫ് വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലാണോ ഇത് ഉണ്ടാക്കിയേക്കുന്നത്? മൂന്നാമത് ലോ കാർബൺ ഫുട് പ്രിന്റ്. അതായത് റിന്യൂവബിൾ റിസോഴ്സസിൽ നിന്ന് നമുക്ക് ഒരു ഫാക്ടറി റൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഫാസ്റ്റ് ഫാഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ 2ാമത് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രിയാണ് ആഫ്റ്റർ ഗ്യാസ് ആൻഡ് പെട്രോളിയം. ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ എത്രയോ സ്ഥലങ്ങളിൽ ഈ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കെമിക്കൽസ് പുഴയിലേക്ക് ഒഴുക്കി വിടുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ്, ഈ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങള് ഭൂമിയിലേക്ക് ചെന്ന് പെട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബയോഡിഗ്രേഡ് ആയി പോകാൻ തന്നെ 100 വർഷത്തിന് മേളിലെടുക്കും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ 4ാമതായിട്ട് ഓവർ പ്രൊഡക്ഷൻ. പല ബ്രാൻഡുകൾക്കും സംഭവിക്കുന്നതാണ് ഓവർ പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഇവർ ഡെഡ് സ്റ്റോക്ക് സെല് ചെയ്യാൻ വേണ്ടിട്ട് സെയിലും അങ്ങനെയൊക്കെ ഈ സാധനങ്ങൾ സെൽ ഔട്ട് ചെയ്യും. ബേസിക്കലി നമ്മുടെ കൺസ്യൂമർ മെന്റാലിറ്റിയെ തന്നെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇമ്പൾസീവ് ബൈയിങ്, നമ്മുടെ കസ്റ്റമർ മെന്റാലിറ്റി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫാസ്റ്റ് ഫാഷന്റെ ഇത് കാരണം. സോ സസ്റ്റൈനബിൾ ഫാഷൻ അല്ലെങ്കിൽ സ്ലോ ഫാഷൻ ഇസ് സോ ഇമ്പോർട്ടന്റ്. അതിന്റെ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ക്ലോത്ത്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ച് ആരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് മെയിൻ കാരണങ്ങൾ ഈ സിന്തറ്റിക് ക്ലോത്ത്സും അതിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഫാലൈറ്റ്സ്, അങ്ങനെയുള്ള കെമിക്കൽസ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ കുട്ടികളിൽ ഹോർമോണൽ ഇംബാലൻസ് വരെ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. ഇതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? 2025 വരെയാണല്ലോ. ഒരു സിമ്പിൾ റെസൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കള്ളുകുടി നിർത്തുന്നു, സിഗരറ്റ് നിർത്തുന്നു, ജിമ്മിൽ പോകുന്നു, ഡയറ്റിൽ പോകുന്നു, അതിന്റെയൊക്കെ കൂടെ ഒരു ചെറിയ റെസൊല്യൂഷൻ. പക്ഷെ നിങ്ങൾ ദൃഢമായ ഒരു റെസൊല്യൂഷൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാപ്പൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ക്ലോത്തിങ് എടുത്തു കഴിഞ്ഞാലും മേക്ക് ഷുവർ ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് നാച്ചുറൽ ഫൈബേഴ്സ്. കോട്ടൺ, ലിനൻ, ഹെംപ്, ബാംബൂ, അങ്ങനെയുള്ള നാച്ചുറൽ ഫാബ്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള ക്ലോത്തിങ് മാത്രമേ ഞാൻ ഇനി ഉപയോഗിക്കുകയുള്ളൂ എന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല, മറിച്ച് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് നാച്ചുറൽ ഫൈബേഴ്സ് ബ്രീതബിൾ, ലെസ് ഇറിറ്റന്റ്, ബയോഡിഗ്രേഡബിൾ, ലെസ് കെമിക്കൽസ്. ഇതെല്ലാമാണ് നാച്ചുറൽ ഫൈബേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഗുണം. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഈ പ്ലാനറ്റിന് വേണ്ടിയിട്ടും ഈ ചെറിയൊരു റെസൊല്യൂഷൻ നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങൾ ഒരു മരം വെക്കുന്നതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചൂസിങ് നാച്ചുറൽ ഫൈബേഴ്സ്. നിങ്ങൾ സിന്തറ്റിക് ക്ലോത്ത്സ് കൈകൊണ്ട് തൊടില്ല എന്ന് തീരുമാനിക്കുക. സിന്തറ്റിക് ക്ലോത്ത്സ് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്? കൊട, അത് സിന്തറ്റിക്കേ പറ്റുള്ളൂ. റെയിൻ കോട്ട്, അത് സിന്തറ്റിക്കേ പറ്റുള്ളൂ. നിങ്ങളുടെ ശരീരത്തിൽ ഡയറക്ട്ലി തൊടുന്ന ഒരു വസ്ത്രങ്ങളും ഇനി സിന്തറ്റിക് ക്ലോത്ത്സ് ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഒരു തീരുമാനം എടുക്കുക.
ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഫാഷൻ. നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ഫാഷൻ ഇഷ്ടമാണ്, സസ്റ്റൈനബിൾ ഫാഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫാഷനെ കുറിച്ചും സിന്തറ്റിക് ക്ലോത്ത്സിനെ കുറിച്ചും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ 2 ഫ്രണ്ട്സിന് അല്ലെങ്കിൽ 2 ഫാമിലി മെമ്പേഴ്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഫോളോ us for more sustainable tips.